എന്റെ ഫണ്ട്, എന്റെ ജപ്പാനിരിക്കുന്ന ഫണ്ട് മുഹമ്മദ്, അവനൊരു വണ്ടിയുണ്ട് പ്ലാറ്റിന, ബജാജ് ഫിനാൻസ് ഇട്ട് എടുത്ത വണ്ടിയാണ്. 2023 എടുത്ത വണ്ടിയാണ്. അപ്പൊ അവനിപ്പോ ആ വണ്ടി ഇപ്പം വീട്ടിലാരും യൂസ് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ ആ വണ്ടി കൊടുക്കണം. അപ്പൊ ഫിനാൻസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി അവന്റെ അടുത്ത് പറഞ്ഞാൽ ഒന്ന് പോയിട്ട് ബാലൻസ് ടോട്ടൽ ഫിനാൻസ് ഇത്ര ഉണ്ടെന്ന് തിരക്കണം എന്ന് പറഞ്ഞു. കാരണം അവരുടെ ആപ്പ് അവൻ അവിടെ ലോഗിൻ ചെയ്യാൻ പറ്റില്ല, അവന്റെ സിം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇവിടെ ലോഗിൻ ചെയ്ത് നോക്കാൻ പറ്റില്ല. അങ്ങനെ 3 മാസം മുമ്പ് തന്നെ ഞാൻ പോയി ആ വണ്ടി എടുത്ത ഷോറൂമിൽ തന്നെ ചെന്നിട്ട് ഫിനാൻസ് ഓഫീസർ ഉണ്ടോ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ പുള്ളി അവിടെ സ്ഥലത്തില്ല. അപ്പൊ നമ്പർ ഏതാന്ന് പറഞ്ഞു, നമ്പർ വാങ്ങിച്ചുകൊണ്ട് പോയി ഞാൻ അവനെ അയച്ചു കൊടുത്തു. ഞാൻ വിളിച്ചു, വാട്സാപ്പിൽ വിളിച്ചു, മെസ്സേജ് അയച്ചു, നോ റിപ്ലൈ. പിന്നെ വെച്ചാൽ പിന്നെ വണ്ടി അവിടെ അങ്ങനെ വീട്ടിലേക്ക് വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെയും പോയി ഓഫീസിൽ, ഇന്നലെയും പോയിട്ട് അവിടെ ആളുണ്ടോന്ന് ചോദിച്ചു, ആളില്ല. നമ്പര് തരാന്ന് പറഞ്ഞു, നമ്പര് തന്നു. അപ്പൊ അന്ന് തന്ന സെയിം നമ്പര് വേറൊരാളെ നമ്പർ ഇവിടെ തരാന്ന് പറഞ്ഞു, അത് തന്നു. വിളിച്ചു. ഈ നമ്പർ രണ്ടിലും മാറി മാറി വിളിച്ചു, ഞാനും വിളിച്ചു, അവനും വിളിച്ചു, എടുക്കുന്നില്ല. അപ്പോ എനിക്ക് ബജാജ് ഫിനാൻസുകാരുടെ അടുത്താണ് ചോദിക്കാനുള്ളത്, ഇതിന്റെ തലപ്പത്ത് HR അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? നിങ്ങൾ ഈ ഷോറൂമിൽ കൊണ്ടിരുത്തിയേക്കണമാരൊന്നും ഒരു കാലത്ത് ഷോറൂമിൽ കാണത്തുമില്ല, ഫോൺ വിളിച്ചാൽ ഒട്ട് എടുക്കത്തുമില്ല. എങ്ങനെയാണോ നിങ്ങളെ ഈ കസ്റ്റമർ സർവീസ് ഒക്കെ എങ്ങനെയാണോ? അല്ല, ഒരു മാസത്തെ EMI CC ഒക്കെ മുടങ്ങി കഴിഞ്ഞാൽ വിളിച്ചിട്ട് ഒരു മാസത്തെ EMI മുടങ്ങി ചെക്ക് ബൗൺസ് വന്നിട്ടുണ്ട് ഇങ്ങനെ മുടങ്ങാനേ അറിയാവുള്ളൂ. കസ്റ്റമറിന് വേണ്ട സർവീസ് കൊടുക്കാൻ അറിയത്തില്ലേ? കൊള്ള പലിശയാണല്ലോ എഴുതി വാങ്ങിക്കണത്. അങ്ങോട്ട് എണ്ണി തരുന്ന കസ്റ്റമർ സെന്ററിൽ നമ്മൾ ഫിനാൻസ് ഇട്ട് എടുത്താൽ നമ്മൾ അടയ്ക്കുന്നുണ്ടല്ലോ, എല്ലാം നമ്മുടെ കസ്റ്റമർ ആണല്ലോ. നമുക്ക് ഫിനാൻസ് തരാനാണല്ലോ നിങ്ങൾ ഈ സാമാനം തുറന്നു വെച്ചോണ്ടിരിക്കണത് അല്ലേ? അപ്പൊ നമ്മളൊരു നീക്ക് ജോലിക്ക് പിടിച്ചു വെച്ചേക്കണമാര് നമ്മളെ വിളിക്കുമ്പം നമ്മളെ ആവശ്യം സാധിച്ചു തരാനല്ലേ നീക്ക് അവനൊക്കെ കോട്ടും സ്യൂട്ടും ടൈ ഇട്ട് ഇരുത്തിയേക്കണത്. ഇവനൊക്കെ ഒന്ന് കോളെടുത്ത് എന്താകണം. ഇപ്പൊ എന്തിനായാലും ആറ്റിങ്ങ 3 മുക്ക് ബജാജ് ഷോറൂമിൽ ഇരിക്കുന്ന ബജാജ് ഫിനാൻസിന്റെ ഇതായിട്ട് വർക്ക് ചെയ്യുന്ന അഖിലോ അമലോ യാമനോ കുറെ തവണ വിളിച്ച് എടുത്തില്ല. നീ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ നാളെ മറ്റന്നാളെ ട്രിവാൻഡ്രം ഹെഡ് ഓഫീസിന് ഏത് കേരളത്തിൽ ഏത് സ്ഥലത്തായാലും ബജാജിന്റെ ഫിനാൻസിന്റെ ഹെഡ് ഓഫീസ് എവിടെയായാലും അവിടെ ചെന്ന് നിന്റെ ഫോൺ നമ്പർ കൊടുത്ത് നിന്റെ പേരിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്യും. പിന്നെ ഇന്നും രാവിലെ ഞാനും കൂടെ വിളിച്ചതാണ്. നിനക്ക് ഫോണും ഇല്ല സിമ്മും ഇല്ലാത്തതാണ് നീ നടക്കുന്നത്. വാട്സാപ്പിൽ വരെ നിനക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, എന്താണ് കാര്യം എന്ന് പോലും നീ ഒന്ന് തിരിച്ച് റിപ്ലൈ പോലും ചെയ്തിട്ടില്ല. നിന്റെ കമ്പനിയിലെ മേലിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്മാർക്ക് ഇമെയിൽ വയ്ക്കും, പോയി ചെന്ന് നിന്റെ നമ്പറും കൊടുത്ത് നിന്റെ പേരിൽ റിട്ടേൺ കംപ്ലൈന്റ് എഴുതി കൊടുക്കാൻ പോകുന്നു. നീ 3 മാസമായിട്ട് നിനക്ക് ഒരു മെസ്സേജ് നോക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നിന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോകുന്നു. ഇടല്ലേ മോളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കാണാം. പിന്നെ ബജാജ് ഫിനാൻസിൽ ട്രിവാൻഡ്രം ജില്ലയിൽ ആരെങ്കിലും തലപ്പത്തിരിക്കുന്ന ആരെങ്കിലും ഇത് കാണുവാണെന്നുണ്ടെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. അങ്ങനെ പകരം പൈസ മാത്രം വാങ്ങിച്ച് വിഴുങ്ങിയാൽ പോരാ.